ഇനി ഈ ഓയിൽ പ്രൈസ് കൂടിയാൽ നമ്മളെതെങ്ങനെയാണ് ബാധിക്കുന്നത്? ഇത് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ ക്രൂഡ് ഓയിലിൽ നിന്ന് നിർമ്മിക്കുന്ന സാധനങ്ങൾ എന്തൊക്കെയാണ് എന്നുകൂടി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. ക്രൂഡ് ഓയിൽ എന്ന് പറയുന്നത് ഒരു പെട്രോൾ മാത്രമല്ല. നമ്മുടെ ജീവിതത്തിലെ ഓൾമോസ്റ്റ് എല്ലാ ഇടങ്ങളിലും ഇതിൻ്റെ സാന്നിധ്യം നമുക്ക് കാണാൻ സാധിക്കും. അതിൽ ഒന്നാമത്തേതാണ് ഫ്യൂവൽസ്, അതായത് എനർജി പ്രൊഡക്ട്സ്. നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന പെട്രോൾ, ഡീസൽ, LPG, ഏവിയേഷൻ ഫ്യൂവൽ ഇവയെല്ലാം തന്നെ ക്രൂഡ് ഓയിലിൽ നിന്ന് കിട്ടുന്ന പ്രൊഡക്റ്റുകളാണ്. നിലവിലെ സാഹചര്യത്തിൽ ട്രാൻസ്പോർട്ടേഷൻ മുഴുവൻ ഇതിലാണ് ആശ്രയിച്ചിരിക്കുന്നത്. അടുത്തതാണ് പെട്രോ കെമിക്കൽ പ്രൊഡക്ട്സ്. പ്ലാസ്റ്റിക്, സിന്തറ്റിക് റബ്ബർ, നൈലോൺ, പോളിസ്റ്റർ തുടങ്ങിയവയെല്ലാം തന്നെ ക്രൂഡ് ഓയിലിന്റെ ബൈ പ്രൊഡക്ട്സുകളാണ്. നമ്മുടെ തുണികൾ മുതൽ ഫോൺ കവർ വരെ ക്രൂഡ് ഓയിലിന്റെ ബൈ പ്രൊഡക്റ്റ് ആണെന്ന് സാരം. അടുത്തതാണ് കെമിക്കൽ പ്രൊഡക്ട്സ്. ഫെർട്ടിലൈസേഴ്സ്, പെസ്റ്റിസൈഡ്സ്, ഡിറ്റർജന്റ് തുടങ്ങിയവയെല്ലാം തന്നെ ക്രൂഡ് ഓയിലിന്റെ ബൈ പ്രൊഡക്റ്റുകളാണ്. അഗ്രികൾച്ചർ പോലും ഓയിൽ ഡിപ്പെൻഡന്റ് ആണ്. അടുത്തതാണ് മെഡിക്കൽ പ്രൊഡക്ട്സ്. മെഡിസിൻസ്, സിറഞ്ച്, മെഡിക്കൽ പ്ലാസ്റ്റിക്, ഹെൽത്ത് കെയർ പോലും ഇൻഡയറക്ട്ലി ഓയിൽ ബേസ്ഡ് ആണെന്ന് നമുക്കിവിടെ പറയാം. അടുത്തതാണ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ട്സ്. ലൂബ്രിക്കൻസ്, ആസ്ഫാൾട്ട്, റോഡ് ടാർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ടാർ, പെയിൻറ്റ്സ് തുടങ്ങിയവയെല്ലാം തന്നെ ഓയിൽ ബേസ്ഡ് സാധനങ്ങളാണ്. ചുരുക്കി പറഞ്ഞാൽ ഇൻഫ്രാസ്ട്രക്ചർ ബിൽഡ് ചെയ്യാൻ പോലും ഈ ഓയിൽ വേണമെന്ന് സാരം. ചുരുക്കത്തിൽ ക്രൂഡ് ഓയിൽ എന്ന് പറയുന്നത് 1000-ൽ കൂടുതൽ പ്രൊഡക്റ്റുകളുടെ നട്ടെല്ല് തന്നെയാണ്. ഓയിൽ പ്രൈസ് കൂടുമ്പോൾ സാധാരണയായി ഇവയുടെ എല്ലാം വില കൂടുകയും ഒരു ചെയിൻ റിയാക്ഷൻ പോലെ സംഭവിക്കുകയാണ് ചെയ്യുക. ഒരു ഉദാഹരണത്തിന്, ഫ്യൂൽ പ്രൈസ് കൂടിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ട്രാൻസ്പോർട്ട് കോസ്റ്റ് കൂടും. ഈ ട്രാൻസ്പോർട്ട് കോസ്റ്റ് കൂടിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി സാധനങ്ങളുടെ ഡെലിവറി കോസ്റ്റ് കൂടും. ഇത് സ്വാഭാവികമായി സാധനങ്ങളുടെ വില കൂടാൻ കാരണമാകും. ഇതിൽ നമ്മുടെ അവശ്യ സാധനങ്ങളായ ഫുഡ്, വെജിറ്റബിൾസ്, എസൻഷ്യൽ തുടങ്ങിയവയെല്ലാം തന്നെ പെടും. ഇവ കൂടുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി ഒരു ഇൻഡസ്ട്രിയുടെ ചെലവ് കൂടും. ഈ ഇൻഡസ്ട്രിയുടെ ചെലവ് കൂടുമ്പോൾ പ്രൊഡക്ഷൻ സ്ലോ ആവുകയും ചെയ്യുന്ന പ്രൊഡക്ഷൻ എക്സ്പെൻസീവ് ആവുകയും ചെയ്യും. ഇത് ഇൻഫ്ലേഷന് കാരണമാവുകയും അതുപോലെ തന്നെ രൂപയുടെ മൂല്യം താഴോട്ട് പോകാനും കാരണമാകുന്നു. ഇത് നമ്മുടെ ജീവിതത്തിൽ 2 രീതിയിലാണ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നത്. അതിൽ ഒന്നാണ് ഡയറക്റ്റ് ഇമ്പാക്റ്റും രണ്ടാമത്തേതാണ് ഇൻഡയറക്റ്റ് ഇമ്പാക്റ്റും. ഡയറക്റ്റ് ഇമ്പാക്റ്റ് നമ്മൾ സ്വാഭാവികമായിട്ടും കാണുന്നത് പോലെ തന്നെ പെട്രോളിനും ഡീസലിനും വില കൂടും. അതുപോലെ തന്നെ ട്രാൻസ്പോർട്ടിന്റെ കോസ്റ്റും കൂടും. ഇനി വരുന്ന രണ്ടാമത്തെ ഇമ്പാക്റ്റാണ് ഇൻഡയറക്റ്റ് ഇമ്പാക്റ്റ്. ഇതിൽ വരുന്നതാണ് ഭക്ഷണ സാധനങ്ങളുടെ വില കൂടും. അതുപോലെ തന്നെ അവശ്യ വസ്തുക്കളുടെ വില കൂടും. വിമാന ടിക്കറ്റുകളുടെ വില കൂടും. ഇത് എക്കണോമിയെ വരെ ഇമ്പാക്റ്റ് ചെയ്യും. കാരണം ഇത്തരം അവശ്യ സാധനങ്ങളുടെ വില കൂടൽ ഇൻഫ്ലേഷന് കാരണമാകും. ജോലികളെയും അതുപോലെ തന്നെ ഇൻഡസ്ട്രികളെയും ഇത് അഫക്റ്റ് ചെയ്യും. ചുരുക്കത്തിൽ ഓയിൽ പ്രൈസ് കൂടിയാൽ നമ്മുടെ ജീവിത ചെലവ് തന്നെ കൂടുമെന്ന് സാരം. നമ്മളെപ്പോലെയുള്ള സാധാരണ ജനങ്ങൾക്ക് ഇതൊരു വലിയ ഭാരമാകും.